ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അൽമണാഡ് എന്ന കമ്പനിയുടെ എക്സോസ്റ്റ് ഫാനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ വാട്ട്സ് കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, എത്ര ഇഞ്ചാണ് കാര്യങ്ങൾ വരുന്നത്, നമുക്ക് ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. കേട്ടോ, ഇത് കാണിക്കുന്നുണ്ട് 50 വാട്ട്സാണ് വരുന്നത്. അതായത് RPM വരുന്നത് 1350 RPM. MRP കൊടുത്തിരിക്കുന്നത് 1700 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1200 1400 ആ റേഞ്ചിൻ്റെ ഇടയ്ക്ക് നമുക്കിത് വാങ്ങിക്കാൻ ലഭിക്കുന്നതാണ്. ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. അൽമണാഡ് എന്ന കമ്പനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പവർഫുൾ മോട്ടറും പവർഫുൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പവർഫുള്ളാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽമണാഡ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന കമ്പനിയാണ്, വർഷങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഇതാണ് അതിൻ്റെ സെറ്റ് വരുന്നത്. ഇനി ഇത്രയും ഇത് നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് എക്സോസ്റ്റുകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എയർ സക്കിങ് ഭയങ്കര പെർഫെക്ഷനാണ്. കാരണം അതിൻ്റെ അത്രേ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡ്രോബാക്സായിട്ട് ഞാൻ കാണുന്നത് മറ്റ് എക്സോസ്റ്റുകളെ അപേക്ഷിച്ച് കാണാനുള്ള ഭംഗി കാര്യങ്ങളൊക്കെ ഇതിന് കുറച്ച് കുറവാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ആ ഫങ്ഷൻ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ എയർ, അതായത് നമ്മളിപ്പോൾ ഒരു കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്താൽ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കിച്ചണിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫുൾ എയർ, അതായത് നമ്മൾ പോകേണ്ട എയർ കാര്യങ്ങളെല്ലാം വലിച്ച് പുറത്തേക്ക് കളയാനുള്ള ആ ഫങ്ഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ആ ലീഫിൻ്റെ കട്ടിങ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി മെറ്റലാണ്, ഫുൾ മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഫുൾ മെറ്റൽ ബോഡി കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് അത്രയും സ്ട്രോങ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പവർ പ്ലഗിൻ്റെ കേബിളാണ് ഈ കാണുന്നത്. 2 പിൻ പ്ലഗാണ് വരുന്നത്. പിന്നെ നമ്മൾ ഉറപ്പിക്കുന്ന ഭിത്തിയിൽ ഉറപ്പിക്കുന്നതിൻ്റെ രീതി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോട്ടർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് അതിനൊരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗ്രില്ല് വെക്കണമെങ്കിൽ ഗ്രില്ല് വെക്കാം. ആ ഗ്രില്ല് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് 6 ഇഞ്ച് വരുന്നുണ്ട്, 8 ഇഞ്ച് വരുന്നുണ്ട്, 10 ഇഞ്ച് വരുന്നുണ്ട്, 12 ഇഞ്ച് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ മോഡലിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ശരിക്കും യൂസ് ചെയ്യുന്നത് നമ്മൾ റൂമുകളിലേക്കാൾ ബെറ്റർ കിച്ചൺ ഏരിയ, അതുപോലെ തന്നെ നമുക്ക് ബാഡ് സ്മെല്ലുകൾ കൂടുതൽ വരുന്ന ഏരിയകളിലായിട്ടും, അതുപോലെ തന്നെ അങ്ങനെയുള്ള വരുന്ന ഏരിയകളിലായിട്ടും നമുക്ക് കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം പുകയോ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വലിച്ചു കളയുന്ന ഒരു ഫംഗ്ഷനാണ്. അൽമണാഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അൽമണാഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പെർഫെക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ അതിൻ്റെ വരുന്നതാണ്. കണ്ട, ഇതിൻ്റെ ഹെവി ഡ്യൂട്ടി ഉണ്ട്, മീഡിയം ഡ്യൂട്ടി ഉണ്ട്. പല ടൈപ്പ് അൽമണാഡ് കമ്പനി ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് മീഡിയം ഡ്യൂട്ടി ടൈപ്പാണ്. അതിൻ്റെ കണ്ട, അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കിച്ചൺ, ബാത്റൂം, റൂമുകളിലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ കിച്ചണാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം കിച്ചണിൽ കുറച്ച് ഈ ഫാനിന് മറ്റ് എക്സോസ്റ്റുകളെ അപേക്ഷിച്ച് കുറച്ച് ഇത്തിരി സൗണ്ട് കൂടുതലാണ്. സൈലൻ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സൗണ്ട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിച്ചണിൻ്റെ ഏരിയയിൽ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.